ഞാൻ ഈ ലിപ്സ്റ്റിക് ജസ്റ്റ് ലിപ്പിൻ്റെ ബോർഡേഴ്സിൽ ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞ് ഞാനൊരു ഓംബ്രെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. ഒരു ചെറിയ ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊരു നോർമൽ ലിപ്സ്റ്റിക് ഇടുവാണ്, അതിൻ്റെ മേളിൽ ഈ ഒരു ഗ്ലോസ് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഇപ്പോൾ ബോർഡറിൽ ഇട്ടപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഫേസിൻ്റെ ടോൺ കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ നേരം റിമൂവ് ചെയ്യാൻ കുറേ പാടുപെട്ടായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ചേരുന്നതായിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. കൂടെ ഞാനൊരു ലിപ് പെൻസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു കുട്ടി ഡിസ്ക്ലെയിമർ തരാനുണ്ട്. ഞാൻ ഈ ലിപ്സ്റ്റിക്സ് ഒന്നും തന്നെ ഓൺലൈൻ ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതെല്ലാം തന്നെ നാട്ടിൽ നിന്ന് ഷോപ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ തപ്പി കണ്ടുപിടിക്കാൻ. ഇൻ കേസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും, കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടുന്നതല്ലായിരിക്കും. ഞാൻ നേരത്തെ തന്നെ ക്ഷമ ചോദിക്കുകയാണ് അതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ലിപ്സ്റ്റിക് എൻ്റെ വൺ ഓഫ് ദ റീസെൻറ്റ് ഫേവറേറ്റ്സ് ആണ്. ഇത് മേബിലിൻ്റെ വൈനൽ എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് 135 ഫിയർലെസ് ആണ് കേട്ടോ. വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും പിന്നെ ഇതൊരു ട്രെൻഡിങ്ങും വൈറൽ ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ലിപ്സ്റ്റിക് ജസ്റ്റ് ലിപ്പിൻ്റെ ബോർഡേഴ്സിൽ ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞ് ഞാനൊരു ഓംബ്രെ എഫക്റ്റ് കൊണ്ടുവരാനായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മിഡിലൂടെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ബട്ട് യു ക്യാൻ സീ ദ ഡിഫറൻസ് റൈറ്റ്. ഇതിന് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോസി എഫക്റ്റും കൂടെ കിട്ടും. ടോൺ വന്നിട്ട് നമ്മുടെ ഒരു വയലറ്റ് ഒരു മെറൂണിഷ് ടോൺ ആണ്. എല്ലാ ഡ്രസ്സസിൻ്റെയും കൂടെ ഈ ഒരു ടോൺ പോകാറുണ്ട്. അടുത്തത് എൻ്റെ ഒരു സെക്കൻഡ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് കം ഗ്ലോസ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എസ്പ്രെസോ കൂൾ ന്യൂഡ് എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലംപിംഗ് ലിപ് ഗ്ലോസ് ആണ്. പക്ഷെ ഒത്തിരിയും പറയത്തക്കതായി പ്ലംപ് ചെയ്യില്ല. അപ്പോൾ ഇട്ടിട്ട് ഇങ്ങനെയാണ് സംഭവം. ഇതൊരു ചെറിയ ടിംഗ്ലിംഗ് എഫക്റ്റ് ഉണ്ട്. അതായത് ടിംഗ്ലിംഗ് എന്നും ലിറ്ററലി പറയാൻ പറ്റില്ല, ഒരു കൂൾ എഫക്റ്റ് ആണ്. ഇതൊരു 2 to 3 seconds കഴിഞ്ഞ് പോവും. പക്ഷേ ഈ ഗ്ലോസ് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ 100% വേർത്ത് ആണ്. ഇപ്പം നമ്മളൊരു നോർമൽ ലിപ്സ്റ്റിക് ഇടുവാണ്, അതിൻ്റെ മേളിൽ ഈ ഒരു ഗ്ലോസ് ഇട്ട് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും സംഭവം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ലിപ്സ്റ്റിക്സിൻ്റെയും കൂടെയും ചെറുതായിട്ടൊന്ന് ഇത് മേളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നല്ലൊരു എഫക്റ്റ് തരാറുണ്ട്. അടുത്തത് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് അല്ല, പക്ഷെ ഒരു ലിപ് ലൈനർ ആണ്. ഇത് കെ ബ്യൂട്ടിയുടെ ആണ്. ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് കാണാൻ നല്ല സ്ലീക്ക് ലുക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ബോർഡേഴ്സിൽ മാത്രമാണ് ഇട്ടേ. ഇത് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും ഇടാം കേട്ടോ. ഇപ്പോൾ ബോർഡറിലിട്ടപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മുടെ മുഖം കുറച്ചുകൂടെ എടുത്ത് കാണിക്കാറുണ്ട്. അതായത് ഫേസിൻ്റെ ടോൺ കുറച്ചുകൂടെ ബ്രൈറ്റർ ആക്കും. ഞാൻ കാണിച്ചു തരാവേ ബാക്കിയിട്ട്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കാണാനുള്ളത്. കുറച്ചുകൂടെ ബ്രൗണിഷ് ടോണാണ്, നമ്മുടെ ഒക്കെ സ്കിൻ ടോണിന് ചേരുന്നതാണ്. അടുത്തതും ഒരു കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. ഇപ്പോഴത്തെ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ്സ് കുറച്ച് കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ റീസെൻ്റ്ലി നാട്ടിൽ പോയപ്പോഴാണ് നൈക്ക സ്റ്റോറിൽ നിന്ന് ഈ കെ ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് വാങ്ങിച്ചത്. പിന്നെ റീസെൻ്റ്ലി ലിപ്സ്റ്റിക്സും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്ന് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് ലോയൽ ആണ്. ഇത് കുറച്ചുകൂടി ഒരു മെറൂൺ ടോൺ തരുന്നതാണ്, കുറച്ച് റെഡിഷ് മെറൂൺ ടോൺ തരുന്നതാണ്. ഇട്ട് കാണിക്കാവേ. ഞാനിത് അധികം ഡാർക്കായിട്ട് ഇടാറില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇതാണ് ടോൺ കിട്ടിയിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ മെറൂൺ ബ്രൗൺ ഒരു റെഡ് ടോൺ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു റെഡ് റാസ്ബെറിയുടെ ടോണാണ്. ബട്ട് എക്സാക്ട്ലി അത് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഏകദേശം ടോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്സൊക്കെ ഡസ്കി ടു മീഡിയം സ്കിൻ ടോണിന് ചേരുന്നതായിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും ഇത് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. നമ്മുടെ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്ന ലിപ്സ്റ്റിക്സും ലിപ് ലൈനറും ആണ്. പിന്നെ കൂടാതെ ഇതിന് വലിയ പ്രൈസ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഷോപ്സിൽ നിന്നാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കെ ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റ് നൈക്കയിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. നൈക്ക ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. അപ്പം എനിക്ക് അധികം എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല. ഏറ്റവും മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണിച്ച ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ലോങ് ടൈം സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ വലിയതായിട്ട് സ്മഡ്ജായി പോവില്ല. പ്രത്യേകിച്ച് ഞാനീ കാണിച്ച കെ ബ്യൂട്ടിയുടെ പെൻസിൽ, ഇത് ഭയങ്കര അടിപൊളി ലിപ് ലൈനറാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ നേരം റിമൂവ് ചെയ്യാൻ കുറേ പാടുപെട്ടായിരുന്നു. നല്ല ലോങ് സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് കെ ബ്യൂട്ടിയുടെ പ്രോഡക്ട്സും പിന്നെ മേബിലിൻ്റെ പിന്നെ അറിയാമല്ലോ, അടിപൊളി പ്രോഡക്ട്സാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എവിടെയോ കറങ്ങാൻ പോയപ്പം വാങ്ങിച്ചതാണ് എയർപോർട്ടിൽ നിന്ന്. ആൻഡ് ബാക്കി കെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ പല പല സ്ഥലത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഓൺലൈൻ വാങ്ങാത്തതുകൊണ്ട് തന്നെ ലിങ്ക്സ് ഇല്ലായിരിക്കും തരാൻ. പക്ഷെ ഞാൻ തപ്പി കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. ഇൻ കേസ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീസൺ അറിയാമല്ലോ. പിന്നെ എനിക്കൊരു ചെറിയ കാര്യം കൂടെ കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ റീസെൻ്റ്ലി ഒരു സ്വീഡൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പാർട്ട് 1 ഇട്ടിട്ട് പാർട്ട് 2 ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു ഇടുന്നതായിരിക്കുമെന്ന്. പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റിംഗ് കാര്യങ്ങളിലുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു ചെറിയ മെമ്മറി കാർഡ് എവിടെയോ ലോസ്റ്റ് ആയിപ്പോയി. ആൻഡ് അതിലായിരുന്നു നമ്മുടെ എല്ലാ വീഡിയോസും ഉള്ളത്. നമ്മൾ എത്രയും ശ്രമിച്ചിട്ടും നമുക്കത് കാണാൻ പറ്റുന്നില്ല. എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ച എല്ലാ ലിപ്സ്റ്റിക്സും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.